ആലപ്പുഴ കളർകോട് ഉണ്ടായ വാഹനാപകടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം മഴയെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. വാഹനത്തിൽ ഓവർലോഡ് ഉണ്ടായിരുന്നു. സംഭവത്തിൽ RTO തലത്തിൽ അന്വേഷണം നടത്തുമെന്നും ആലപ്പുഴ ജില്ലാ കളക്ടർ പറഞ്ഞു. ഇന്നലെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു. ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് വന്ന വഴിക്ക് എതിരെ വന്ന ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. ഞാൻ RTOയുടെ ലെവലിൽ ഒരു അന്വേഷണം നടത്തേണ്ടത് ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു. 14 വർഷം പഴക്കമുള്ള വണ്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. റോഡ് സ്ട്രൈറ്റ് റോഡാണല്ലോ. അവിടെ വലിയ കാര്യമായിട്ടുള്ള വിഷയങ്ങളൊന്നുമില്ല, വിസിബിലിറ്റിക്ക് മറ്റു വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ മഴ ഒരു വിഷയം ഉണ്ടായിരുന്നുകൊണ്ട് ഒരു കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ ഡീറ്റെയിൽ എൻക്വയറിക്കകത്ത് അറിയത്തുള്ളൂ. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിവാൽ തത്സമയം ചേരുന്നു. മനീഷ്, കൂടുതൽ വിവരങ്ങൾ എന്താണ് ജില്ലാ കളക്ടറിൽ നിന്ന് നമുക്ക് ലഭിച്ചത്? എസ്കാൻ 12 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം 5 പേരുടെയും പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചത്. 5 പേരിൽ ഒരാളുടെ, അതായത് ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ ബന്ധുക്കൾ ആരും നിലവിൽ അവിടെ വന്നിട്ടില്ല. അവർ ഒരു പരിചയത്തിലുള്ള ഒരാൾ മാത്രമാണ്, അതായത് ഒരു അകന്ന ബന്ധുവാണ് നിലവിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുള്ളത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികളിൽ നിയമപരമായി ഒരു അടുത്ത ബന്ധു അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മാതാപിതാക്കളോ ഒക്കെ തന്നെ എത്തിയാൽ മാത്രമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടി നടത്തുക എന്നുള്ള സാങ്കേതികത്വമുണ്ട്. പക്ഷേ ഇവിടെ ഈ പൊതുദർശനം എല്ലാം 5 പേരുടെ ഒരുമിച്ച് ഈ മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ വെക്കണം, അങ്ങനെയുള്ള പൊതുദർശനം നടത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിക്കാതെ നേരത്തെ നടത്താനുള്ള ഒരു ആലോചന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മുഹമ്മദ് ഇബ്രാഹിമിന്റെ ബന്ധുക്കൾ നിലവിൽ ഇവിടേക്ക് എത്തിയിട്ടില്ല. ഒപ്പം തന്നെ ആയുഷിന്റെയും ഒപ്പം തന്നെ മറ്റൊരു വിദ്യാർത്ഥിയുടെയും നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. ആയുഷിന്റെ ബന്ധുക്കൾ ഇൻഡോറിലാണ്. ഉച്ചയോടുകൂടി തന്നെ അവർ നാട്ടിലെത്തും. ആയുഷിന്റെ അച്ഛന്റെ വീട് കോട്ടയത്തും അമ്മയുടെ വീട് ആലപ്പുഴ കാവാലത്തുമാണ്. ആലപ്പുഴ കാവാലത്ത് നാളെ ആയിരിക്കും ശവസംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക. അങ്ങനെ 12 മണിക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാൽ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അത് തൊട്ടടുത്തുള്ള ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് അങ്കണത്തിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി എത്തിക്കും. അവിടെ നിന്ന് 2 മണിയോടുകൂടി അവരവരുടെ വീട്ടുകളിലേക്ക്, അതായത് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുമെന്നുള്ള വിവരം കൂടി കളക്ടർ പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഇന്നലെ ആലപ്പുഴ RTO ദിലു വ്യക്തമാക്കിയതുപോലെ തന്നെ ഈ അപകടത്തിന്റെ കാരണം മഴ ഒരു പ്രധാന വില്ലനായി മാറി എന്നുള്ളതാണ്. മഴയുള്ള സമയത്ത് ഓവർലോഡായി വണ്ടി വന്നത് ഒരു തരത്തിൽ പ്രതികൂലമായി ഈ അപകടത്തെ ബാധിച്ചു. അങ്ങനെ അപകടത്തിന്റെ ഇത്രയും എണ്ണം കൂടാൻ 5 പേർ മരിക്കാനിടയായത് ഇത്തരം ഈ 2 സാഹചര്യങ്ങളാണ്. ഒന്ന് മഴയും മറ്റ് ഓവർലോഡുമാണ്. പിന്നീട് ഈ ഇടുങ്ങിയ റോഡ്, അങ്ങനെ കാരണങ്ങളാണ്. എന്തായാലും കണ്ടക്ടറും ഡ്രൈവറും നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. അവർക്ക് പരമാവധി ഈ അപകടം ഒഴിവാക്കാൻ വേണ്ടി ഓരത്തേക്ക് അവർ വേഗത കുറച്ച് നിർത്തിയെങ്കിൽ കൂടി പെട്ടെന്ന് വെട്ടിച്ച് വന്ന വാഹനം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അത് പൊടുന്നനെ ഇടിക്കുകയായിരുന്നു എന്ന് കണ്ടക്ടർ കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഇനി മറ്റുള്ളവരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചാണ്. നിലവിൽ 3 പേരുടെ ആരോഗ്യനില ഗുരുതരമാണെന്നുള്ള വിവരം പുറത്തു വന്നതിൽ ഒരാൾക്ക് ഇപ്പോൾ ഭേദപ്പെട്ട് വരുന്നു. അതായത് കൊല്ലം സ്വദേശി ആനന്ദിന്റെ നില ഭേദപ്പെട്ട് വരികയാണെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒപ്പം തന്നെ ചേർത്തല സ്വദേശി കൃഷ്ണദേവ്, ആലപ്പുഴ എടത്തു സ്വദേശി ആൽവിൻ, ഈ 2 പേരുടെ നിലയാണ് നിലവിൽ ഗുരുതരമായി തുടരുന്നത്. മറ്റ് 2 പേർ ചികിത്സയിലുള്ളത്. ഒന്ന് തൃപ്പൂണിത്തുറ സ്വദേശി ഈ വാഹനം ഓടിച്ച ഗൗരീശങ്കറും മറ്റൊരാൾ കൊല്ലം സ്വദേശി മൂസിനുമാണ്. ഇവർക്ക് 2 പേർക്കും കാര്യമായ പരിക്കുകളിൽ അവർ സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇവർക്കെല്ലാവർക്കും ചികിത്സയിൽ കഴിയുന്ന മറ്റ് 5 പേർക്ക് കൂടി വിദഗ്ധ ചികിത്സ നൽകുമെന്നത് കൂടി അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ള മന്ത്രിമാർ, MLA-മാരൊക്കെ ഈ പൊതുദർശനം നടക്കുന്ന ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തും. ഇപ്പോൾ ഇവിടെ ഈ ഗതാഗതം നിയന്ത്രിക്കുന്ന കാര്യങ്ങളാണ് ആലപ്പുഴയിൽ കളർകോട് നടക്കുന്നത്. കാരണം ഈ വാഹന അപകടം അറിഞ്ഞ ശേഷം വിവരങ്ങൾ നൽകിയത്. മനീഷുമായി നേരത്തെ സംസാരിച്ച ഡ്രൈവർ രാജീവ് ആദ്യമായിട്ട് നമ്മോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ആ ഡ്രൈവർ പറഞ്ഞ കാര്യം ഇതായിരുന്നു. രാജീവ്, 10-20 മീറ്ററിനുള്ളിൽ ഞാൻ ഈ വണ്ടി കണ്ട് ഒരു വണ്ടി ഓടി വന്ന് ഓവർടേക്ക് ചെയ്ത് കൂട്ടത്തിൽ ഇത് ഓവർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത രീതിയിൽ വലത്തോട്ട് പിടിച്ച വണ്ടി ഞാൻ ആ വണ്ടി വരുന്ന കണ്ടുകൊണ്ട് ചവിട്ടി കഴിഞ്ഞപ്പോൾ ഈ വണ്ടി ചവിട്ടി ഞാൻ ഇടത്തോട്ട് ഒതുക്കുകയും ആ പറയുന്ന നിമിഷത്തിനുള്ളിൽ വണ്ടി നമ്മുടെ റോങ് സൈഡിൽ വന്ന വണ്ടി നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്നു കഴിഞ്ഞ് ഞാൻ മാക്സിമം ഇടത്തോട്ട് പിടിച്ചു കഴിഞ്ഞപ്പോഴും ഈ വണ്ടി നിരങ്ങി നമ്മുടെ വണ്ടിയുടെ അടിക്കോട്ടങ്ങ് കയറുക ചെയ്ത് നമുക്കൊന്ന് ചവിട്ടി നിർത്തി അതിന് തൊട്ടപ്പുറത്തൊരു പോസ്റ്റ് നിൽപ്പോൾ എനിക്ക് കൂടുതൽ ഇടത്തോട്ട് വെട്ടിക്കാനും പറ്റാതായിപ്പോയി. വന്ന് പറയുന്ന സെക്കൻഡിനുള്ളിൽ വണ്ടി ഇനി വന്ന് എൻ്റെ റൈറ്റ് സൈഡിൽ വന്നു വണ്ടി. വേഗത എന്ന് പറഞ്ഞാൽ ഓടി വരുമോ അല്ലെ തെന്നി വരുമോ വണ്ടി ചെയ്ത് സ്കിഡായി വന്നത്. അതാണ് നമുക്ക് വേഗത എന്ന് പറയാൻ പറ്റില്ല. വണ്ടി സ്ട്രേറ്റ് ഓടി വരുമ്പോൾ നമുക്കൊരു ഇത് തെന്നിയിട്ട് നേരെ നമ്മുടെ വണ്ടിയിലെ ഉള്ളിലോട്ട് വന്ന് കയറും. റോഡിൽ നല്ല വെള്ളമായിരുന്നു. റോഡിൽ നിന്ന് പറഞ്ഞാൽ വെള്ളമായ നല്ല രീതിയുണ്ട്. അതാണ് കൂടുതലും അങ്ങനെ വരാനുള്ള കാരണം, അല്ല അങ്ങനെ വരത്തില്ല.